ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെൻറ്റ് ഗബ്രിയേൽ കുടുംബ കൂട്ടായ്മ വാർഷികത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ കാണാം. അച്ഛന് യൂണിറ്റിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കാൻ പോളച്ചനെയും സ്വീകരിക്കാൻ റാഫേലച്ചനെയും ക്ഷണിക്കുന്നു. നന്ദി പോളച്ച. ദീർഘിപ്പിക്കുന്നില്ല. ആമുഖത്തിൽ പറഞ്ഞത് പ്രസിഡന്റ് അല്ല, ഞാൻ പ്രസിഡന്റിന് അസൗകര്യമുള്ളതുകൊണ്ട് കേന്ദ്ര സമിതി സെക്രട്ടറിയാണ്. പിന്നെ മാറി മാറി പോകാമെന്ന് കേന്ദ്ര സമിതിയുടെ തീരുമാനപ്രകാരം പുള്ളി എന്നെ പറഞ്ഞു വിട്ടതാണ്. പുള്ളി കുറച്ച് കഴിയുമ്പോൾ കേന്ദ്ര സമിതി പ്രസിഡന്റ് ഈ ജോസ് കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്കൊരു കാര്യം ഇന്ന് പറയാനുള്ളത്, ഗബ്രിയേൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ ശക്തമായ 40 വീടിന് 400 വീടിന്റെ ശക്തി കാണിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതൊന്ന് രാവിലെ കണ്ടതാണ്. പൂക്കൾ മേടിച്ച് ഓൾഡർ ബോയ്സ് അല്ലെങ്കിൽ ഓൾഡർ അപ്പാപ്പന്മാര് തളർന്നു. ഇന്ന് ഇത്രയും അധികം പൂക്കൾ കൊണ്ടുവന്ന ഒരു കാഴ്ച സമർപ്പണം തരാൻ ആഗ്രഹിക്കുന്നവരും നവീനമായി പറഞ്ഞ് ഇനിയും പേര് തരാനുള്ളവര് ദയവായി അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത് പറയാനുള്ളത്, ഒക്ടോബർ 18-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ അഖണ്ഡ ജപമാല നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഇതിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്ന് എന്നോട് ഞാൻ ഉച്ചകഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ പിള്ളേർ ചോദിക്കേണ്ട എന്ത് മോട്ടിവേഷണൽ ടോക്കാണ് കൊടുക്കാൻ പോകണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇന്ന് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിക്കുന്നതാണ് മോട്ടിവേഷണൽ ടോക്കാണ് പിള്ളേർ വാക്ക്, മോട്ടിവേഷണൽ ടോക്ക്. അപ്പം ഞാൻ ഒരു ചെറിയൊരു ആഫ്രിക്കൻ കഥ ഓർത്തു പോവുകയാണ്. അത് പിള്ളേർക്കുള്ളൊരു കഥയാണ്. അപ്പോൾ ഞാൻ അടുത്ത വർഷം വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഈ വർഷം ഞാൻ എന്താ പറഞ്ഞത്, കഴിഞ്ഞ വർഷം ഉണ്ടായില്ല, മുമ്പ്. അപ്പൊ ഇത് ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. യുഗാണ്ട എന്ന സ്ഥലത്ത് ഒരു വാക്കുണ്ട് അവരുടെ രാജ്യത്ത്, ഉബുണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. എന്താ പറയാ, ഉബുണ്ടു. കുറച്ച് തീരാൻ സമയമെടുക്കും. നമ്മുടെ എല്ലാവരും ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇന്ന ദിവസം ഈ നമ്മളെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഗബ്രിയേൽ യൂണിറ്റിലെ അംഗങ്ങളെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. കുറെ കൂടി വലിയ യൂണിറ്റുകളിൽ ഒരു യൂണിറ്റാണ് ഈ ഗബ്രിയേൽ യൂണിറ്റ്. ഞാനിങ്ങനെ ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഈ കുഞ്ഞു മനുഷ്യൻ പറഞ്ഞ സൈസ് കൊണ്ടല്ല ഉദ്ദേശിച്ചത്. ഇവര് ജീവിച്ച പൗരോഹിത്യത്തിന്റെ 4 സ്റ്റെപ്പ് പോലും ഞാൻ ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല. ഞാനിങ്ങനെ പകുതിയായിട്ട് നിൽക്കും. കാരണം ഇവര് 30-35 വർഷമൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരും പ്രൊവിൻഷ്യൽ അച്ഛനും കുറെ BEd കോളേജിന് പ്രിൻസിപ്പളൊക്കെ ആയ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ ജീവിച്ച കുറെ ഓർമ്മകളുണ്ടാവും. അവരതിന്റെ വെളിച്ചത്തിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്.
കുടുംബാംഗങ്ങളെ, ഒരു പകരക്കാരനായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുക. ആൻഡ്രോയിഡിനാണ് പങ്കെടുക്കേണ്ടത്, അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിൽ കണ്ടു കുടുംബ സ്നേഹ കൂട്ടായ്മ. അത് കഴിഞ്ഞ് സെക്രട്ടറി ജെയിനി വായിച്ചു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചൻ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാണ് ഗബ്രിയേൽ. വളരെ ഉറപ്പാണ് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് നവീന്റെ നേതൃത്വത്തിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട്. മുൻകാലങ്ങളിലുള്ള പ്രസിഡന്റുമാരൊക്കെയും അത് ചെയ്തിട്ടുള്ളത് ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ സ്നേഹ കൂട്ടായ്മയുടെ ഒരു രീതി കൊണ്ടാണ് അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട്, അത് ഇത്രയും വിജയങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ നമ്മുടെ സാംസ്കാരിക ഈ കേരളത്തിന്റെ വലിയ വലിയ ആഘോഷങ്ങൾ, നമ്മൾ ഈസ്റ്റർ, ക്രിസ്മസ്, വിഷു, ഓണം, അങ്ങനെ വിഷുക്കാലമാണെങ്കിൽ കവി അയ്യപ്പ പണിക്കർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കണിക്കൊന്ന എല്ല് വിഷുക്കാലമില്ലേ എനിക്ക് പൂക്കാതിരിക്കാനാകില്ല എന്നുള്ളൊരു വരി അദ്ദേഹത്തിന്റെ കവിതയിലുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും സ്നേഹമുള്ള ഈ കുടുംബ കൂട്ടായ്മയിൽ നിന്ന് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ വരും. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ സിസ്റ്റർ ഇപ്പൊ അവസാനിപ്പിച്ചപ്പോൾ ഈ ഇത്രയും മികവ് പുലർത്തുമ്പോൾ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പുറപ്പെടുവിപ്പിക്കുന്നത് സ്നേഹമായിരിക്കണം, കൂട്ടായ്മയായിരിക്കണം. അതിൽ നിന്നൊരു വിഘടിപ്പ് വരുന്ന ഒരു ആശയം ഏതെങ്കിലും രീതിയിൽ പുറത്തോട്ട് വരികയാണെങ്കിൽ അതിനൊരു മേൽക്കോയ്മ കിട്ടും. നമ്മുടെ സമൂഹത്തിൽ നന്മയുള്ള ആളുകൾ കുറഞ്ഞിട്ടല്ല പ്രശ്നം, നന്മയുള്ളവരുടെ ശബ്ദം അടയ്ക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ നന്മയുള്ള സ്നേഹമുള്ള ഈ കൂട്ടായ്മയിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കാനും വിജയങ്ങൾ വരുത്തുവാനും വീണ്ടും വീണ്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വികാരിച്ച കേന്ദ്ര സമിതി പ്രസിഡന്റ് മറ്റേ കൈക്കാരൻ യൂണിറ്റിലെ എല്ലാ ലൂർദ് മേഖല എല്ലാ യൂണിറ്റ് പ്രസിഡന്റുമാരെ, പ്രിയപ്പെട്ട ഗബ്രിയേൽ യൂണിറ്റ് അംഗങ്ങൾ. അപ്പോൾ ഏറ്റവും ശക്തമായ യൂണിറ്റ് തന്നെയാണ് ഗബ്രിയേൽ യൂണിറ്റ്. കാരണം ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആശംസ പറയാൻ വന്നിരിക്കുന്നത് ഞാൻ തന്നെയായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഒരു 8 വർഷത്തോളം യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ സിസ്റ്റേഴ്സ്, പ്രസിഡന്റുമാരെ, കൈക്കാരന്മാരെ, വേദിയിലിരിക്കുന്ന മറ്റുള്ളവരെ, പ്രിയമുള്ള യൂണിറ്റ് അംഗങ്ങളെ, ആദ്യമേ തന്നെ ഇന്നത്തെ ഗബ്രിയേൽ യൂണിറ്റിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുകയാണ് ഫ്രാൻസിസ് സേവ്യർ യൂണിറ്റിന്റെ പേരിൽ. ഇതുപോലെയുള്ള കുടുംബസമ്മേളന വാർഷികങ്ങൾ, കുടുംബസ്നേഹ കൂട്ടായ്മയുടെ വാർഷികങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിലെ ഓരോ അംഗങ്ങൾക്കും കൂടുതൽ എനർജിയും ഐക്യത്തിനും എല്ലാത്തിനും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വികാരിച്ച, കൊച്ചച്ച, പോളച്ച, വന്നിച്ച സിസ്റ്റേഴ്സ്, മേഖലാ കൺവീനർ ജോൺസൺ, കേന്ദ്ര സമിതി സെക്രട്ടറി യോനഘട്ടൻ, മറ്റു പ്രസിഡന്റുമാരെ, ഇത്രയും സ്നേഹം നിറഞ്ഞ ഗബ്രിയേൽ യൂണിറ്റ് അംഗങ്ങളെ, ഇന്നത്തെ ഈ സായാഹ്നം ഇവിടെ ഒരു നല്ലൊരു സായാഹ്നം നമുക്ക് കിട്ടിയതിന് ഏറ്റവും നന്ദി പറയാം. മഴ അന്തരീക്ഷങ്ങളൊന്നുമില്ല, മഴയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ സമയം നമുക്ക് കിട്ടിയ ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് ഗബ്രിയേൽ യൂണിറ്റ് ജോൺസൺ പറഞ്ഞ മാതിരി ഏറ്റവും നെടുമ്പാളിൻ്റെ ഈ മേഖലയുടെ അഭിമാനം തന്നെയാണ്. എല്ലാ കഴിഞ്ഞ ഓണമത്സരം കാര്യങ്ങൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി വന്ന് എല്ലാത്തിനും ഫസ്റ്റ് മേടിക്കാനായിട്ടും പ്രയത്നിക്കാനും കൂട്ടായ്മ നന്നായിട്ട് വളർത്താനായിട്ട് പ്രസിഡന്റ് നവീൻ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് മറ്റ് കേന്ദ്ര സമിതി സെക്രട്ടറി യോഹന്നാൻ കാഞ്ഞിരപ്പള്ള, കൈക്കാരന്മാരെ, മറ്റ് യൂണിറ്റ് പ്രസിഡന്റ് എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് 50ന്റെ നിറവിൽ നിൽക്കുന്ന പോൾസേട്ടനും ആനേജിക്കും പ്രത്യേകം ആശംസകൾ. നമുക്കറിയാം പറപ്പൂക്കരയുടെ വകയിലെ സംഘാടക മികവ് കൊണ്ട് എല്ലാവർക്കും മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് ഗബ്രിയേൽ യൂണിറ്റ്. കുടുംബസമ്മേളനങ്ങളിലായാലും വാർഷികത്തിനായാലും ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് ഗബ്രിയേൽ യൂണിറ്റ്. മാഞ്ഞുറന്നച്ച ഈ യൂണിറ്റ് പ്രസിഡന്റ് നവീൻ, മറ്റ് യൂണിറ്റ് ഭാരവാഹികളെ, കേന്ദ്ര സമിതി യോഗനം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും
പ്രത്യേകം ചാവറ യൂണിറ്റിന് നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ യൂണിറ്റിലെ ഒരു അംഗമായ ഫ്രാൻസിസ് കാവിലച്ചൻ ഈ അടുത്ത അവസരത്തിൽ എൻ്റെ വീട്ടിൽ കുടുംബസമ്മേളനത്തിന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുഴുക്കുത്തുകൾ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കേന്ദ്രസമിതി സെക്രട്ടറി യോഹന്നാൻ ചേട്ടൻ, കൈക്കാരൻ ചേട്ടൻ, യൂണിറ്റ് മേഖലാ കൺവീനർ, മറ്റ് യൂണിറ്റ് പ്രസിഡന്റുമാരെ, ഗബ്രിയൽ യൂണിറ്റിൻ്റെ പങ്കാളിത്തം നമ്മുടെ ലൂർദ് മേഖലയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ്. പറപ്പൂക്കര ഇടവകയിൽ നമ്മുടെ ലൂർദ് മേഖല എന്നും മുൻപന്തിയിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു യൂണിറ്റും നല്ല യൂത്തിൻ്റെതായ എല്ലാവിധ പങ്കാളിത്തം കൂടുതലുള്ള യൂണിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം മറിയം തെരേസ്യ യൂണിറ്റിൻ്റെ എല്ലാവിധ തിരുനാൾ ആശംസകളും നേർന്നു. തുണയായി നീ തണലാകണം അറിവേ